ഹായ്, ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മുടെ വിഷയം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അതേപ്പറ്റി നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് ഡോക്ടർ ഷെറിൻ ആണ്. ഹായ് ഡോക്ടർ. ഹായ്, ഞാൻ ഡോക്ടർ ഷെറിൻ സലിം ഷാ, മാക്സിലോഫേഷ്യൽ സർജൻ ആണ്. പ്രസന്റ്ലി ഡെർമാഗ്ലോയിൽ ഒരു സീനിയർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജനായി വർക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപ്പറ്റി ഒന്ന് ഡോക്ടർ പറയാമോ? ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് ഒരു ഫീമെയിൽ ആയാലും മെയിൽ ആണെങ്കിലും അവരുടെ സ്വന്തം ഹെയർ ഉള്ള ഏരിയയിൽ നിന്ന് എടുത്തിട്ട് ഇപ്പൊ തിന്നിങ് ഉള്ള ഏരിയയിലേക്ക് ഇംപ്ലാന്റേഷൻ ചെയ്യുകയാണ്. അതിപ്പോ അത് പരിപൂർണമായി കഷണ്ടി ഉള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ചെറുതായി മെറ്റി കയറുന്ന ആളായിരിക്കാം. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ പ്രസന്റ് കണ്ടീഷൻ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന അതിനെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇപ്പോ ഒരാള് ഹെയർ ഫോൾ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ സജസ്റ്റ് ചെയ്യുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കോ, അതല്ലെങ്കിൽ നമ്മൾക്ക് ആദ്യം കുറച്ച് ട്രീറ്റ്മെന്റ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിലോട്ട് എത്തുന്നത്? ഫസ്റ്റ് നമ്മൾ പേഷ്യന്റ് അനലൈസ് ചെയ്യുമ്പോഴത്തേന് അയാളുടെ തിന്നിങ്ങിന്റെ ലെവൽ അനുസരിച്ച് ഇപ്പൊ കുറച്ച് ചെറിയ തിന്നിങ് ഒക്കെ ഒരാളാണെങ്കിൽ ഉടനെ നമ്മൾ ചാടിക്കയറി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പറയേണ്ട കാര്യമില്ല. അത് നമുക്ക് ഹെയർ മെയിൻ്റെനൻസ് തെറാപ്പി അല്ലെങ്കിൽ അയാളുടെ പ്രസന്റ് ആയിട്ടുള്ള ബ്ലഡ് കണ്ടീഷൻസ് ഒക്കെ റെക്ടിഫൈ ഒരു പരിധിവരെ നമുക്ക് ആ ഹെയറിന്റെ ഫോളിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ പരിപൂർണമായ ഹെയർ പോയി എന്നാൽ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കേസിൽ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറെ നിവർത്തിയില്ല. ഓക്കെ, നമ്മളിപ്പോ ഇതിലോട്ട് കടക്കുമ്പോൾ കൂടുതൽ ഇത് പുരുഷന്മാരാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് സ്ത്രീകളും പുരുഷന്മാർക്കും ഒരേപോലെ ചെയ്യാൻ കഴിയുന്നതാണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രായത്തിന്റെ ഒക്കെ നോക്കുന്നുണ്ട്? ഇപ്പൊ നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ മുതലേ ഹെയർ ഫോൾ വരുന്നതുകൊണ്ട് ആദ്യമേ ഇതിലോട്ട് എത്തുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ്, ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറുണ്ട്. ആണുങ്ങൾക്കാണ് കൂടുതൽ ചെയ്യുന്നത്. കാരണം വെച്ചാല് മെയിൽ പാറ്റേൺ ഓഫ് ബാൾനെസ് കാണാനൊരു പ്രധാന കാരണം ആണുങ്ങളുടെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്ററോൺ ആണ്. അപ്പോൾ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് നമ്മുടെ ഹെയറിന്റെ ഫോളിക്കിൾസിനെ അറ്റാക്ക് ചെയ്യും. എസ്പെഷ്യലി ഈ ഫ്രണ്ടിലത്തെ ഏരിയ, നടുക്കത്തെ ടെമ്പിൾ ഏരിയ, ക്രൗൺ ഏരിയ, അവിടെയൊക്കെ ഈ പർട്ടിക്കുലർ DHT അഥവാ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ, അതൊരു ബൈ പ്രൊഡക്റ്റ് ടെസ്റ്റോസ്റ്ററോണിന്റെ. അപ്പോൾ അതിന് അറ്റാക്ക് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അത് താരതമ്യേന സ്ത്രീകൾക്ക് കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് അത്ര ഒരു കഷണ്ടി നമുക്ക് കാണാത്തത്. എന്നാൽ പോലും ഹോർമോണൽ എഫക്റ്റ് കാരണം സ്ത്രീകളിലും നെറ്റ് കയറലും നടുക്കുന്ന മുടി പോലെയൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടുപേരും അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഈക്വൽ കാൻഡിഡേറ്റ്സ് ആണ് പ്രൊസീജിയർ ചെയ്യാൻ. പിന്നെ കമ്മിങ് ടു ദ ഏജ് എന്ന് പറയുമ്പോഴത്തേന് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ഐഡിയൽ കാൻഡിഡേറ്റ്സ് അല്ല. അപ്പൊ 25 ഇയർ ഓഫ് ഏജ് ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേന് ഗ്രോത്ത് സ്റ്റേബിൾ ആവും. പിന്നെ ഹെയറിന്റെ ഫോളിംഗ് പാറ്റേൺ ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആവും. അപ്പൊ അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പില് നമുക്ക് ക്ലിയർ ആയി വിസിബിൾ ആവും ആ ഹെയർ ഈ പാറ്റേണിലാണ് ലോസ് ആവുന്നത്. അങ്ങനെ ഒരാളെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് താഴെ ഏജ് എന്ന് പറയുമ്പോഴത്തേന് ഈ പർട്ടിക്കുലർ ആൾക്ക് നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ ഭാവിയിൽ ഇതിൽ കൂടുതൽ ഹെയർ പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ മെയിൻ്റെനൻസ് തെറാപ്പിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആള് ഒരു 1-2 വർഷം ചെയ്തിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ എന്താ പറയാ കൂടുതൽ ഹെയർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഫസ്റ്റ് ടൈം ചെയ്ത് തന്നെ എത്ര ഒരു ടൈമിന് ശേഷമായിരിക്കും അടുത്ത ഒരു സിറ്റിംഗ് നമുക്ക് വരുന്നത്? ഒരു പരിധിവരെ നമ്മൾ മെയിൻ്റെനൻസ് ട്രീറ്റ്മെന്റ് നന്നായി നോക്കിയാൽ കുറെ കാലത്തേക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെക്കൻഡ് സെഷൻ നമുക്ക് സ്പേസ് ചെയ്യാൻ പറ്റും. അതായത് ഈ പർട്ടിക്കുലർ ആളുടെ എക്സിസ്റ്റിംഗ് ഹെയർ നന്നായി പ്രൊട്ടക്ട് ചെയ്യുക, അതായത് മെയിൻ്റെനൻസ് തെറാപ്പികൾ വഴി. പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ നന്നായി നോക്കുക എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് പോലും നമ്മള് ഇനി ഹെയർ പോയി എന്നൊരു സാഹചര്യം ആണെങ്കിൽ ആഫ്റ്റർ 8 months, ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് 8 months to 10 months വരെ ഒരു ഗ്യാപ്പിൽ നമുക്ക് നെക്സ്റ്റ് സെഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമുക്ക് നോർമൽ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കോ? വെയിൽ കൊള്ളുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയർ ആണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ഹീലിംഗിന്റെ ആ ടൈം ആവശ്യമാണ്. ആ സമയത്ത് നമ്മൾ ഓവറായിട്ട് വിഗറസ് എക്സസൈസ്, മൈനർ കുറച്ച് എക്സസൈസ് ഒന്നും അത്ര പ്രശ്നമൊന്നുമില്ല. സെറ്റിംഗ് ആണെങ്കിൽ അക്യുമുലേറ്റഡ് ആയിട്ടൊരു ഇൻഫെക്ഷൻ വരുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കണം. പിന്നെ ക്ലോറേറ്റഡ് വാട്ടറിലുള്ള സ്വിമ്മിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ ചില ഹെൽത്ത് കണ്ടീഷൻസ്, ഡയബറ്റിസ്, BP, അങ്ങനെയൊക്കെ കണ്ടീഷൻസും നമ്മൾ കൺട്രോളിൽ നിർത്തുകയും വേണം. നമ്മള് നോർമലി ഒരാള് ഇപ്പോ ബാത്റൂമില് അതുപോലെ തറയില് നമ്മളുടെ റൂമിലൊക്കെ നമ്മള് മുടികൾ കാണാറുണ്ട്. ഒരു
തല തോർത്തുമ്പോൾ നമുക്ക് മുടികൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സിംറ്റംസ് പോലെ കണ്ടു തുടങ്ങിയാല് നമ്മൾ ആക്ച്വലി ഈ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? എങ്ങനെയാണ്? അതിപ്പോ ആരുടെ കേസാണ്? ഡാനയുടെ കേസാണ് സംസാരിക്കുന്നത്. അതെ, നോർമലി എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ മുടി തറയെ കാണുന്നു, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അയ്യോ നല്ലോണം മുടി കൊഴിയുന്നുണ്ട്, ഇതിപ്പോ ഒരു വർഷത്തിനുള്ളിൽ എല്ലാം പോവും എന്നുള്ള രീതിയിൽ. കുറച്ച് എമൗണ്ട് ഓഫ് ഹെയർ അതിപ്പോ അതിന്റെ ഏജ് എത്തിയിട്ട് ഫോൾ ഓഫ് ആവുന്നുണ്ടാവും. പിന്നെ അത് റൂട്ടിൽ കീർത്ത് വരുന്നുണ്ടാവും. അതിൽ കൂടുതൽ ഒരു എമൗണ്ട് ഓഫ് ഹെയർ, അതായത് 100 മുതൽ 120 ഹെയറിന് മുകളിൽ പോയി, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ തൈറോയ്ഡ് ലെവൽസും വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ലെവൽസിൽ കറക്റ്റഡ് ലെവലിലല്ല എന്നുണ്ടെങ്കിൽ സപ്ലിമെന്റ്സ് എടുത്ത് അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം ഹെയറിന്റെ ഫോൾ പാറ്റേൺ വീണ്ടും ഒന്ന് നോക്കുക. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ എടുക്കുക. അപ്പോൾ ഡോക്ടറിന് കറക്റ്റായി ഗൈഡ് ചെയ്യാൻ പറ്റും, ഈ കാരണം കൊണ്ട് ഈ പർട്ടിക്കുലർ ഏരിയയിൽ ഇത്ര ഹെയർ കുറവാണ്, അപ്പോൾ ഇന്ന കാര്യമാണ് എന്നൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി നമ്മളുടെ അസുഖങ്ങൾ വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആയിട്ട് അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഹെയർ ഫോൾ വരാം. അപ്പൊ അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഇതുപോലുള്ള ട്രീറ്റ്മെന്റിലോട്ടൊന്നും പോകേണ്ട കാര്യം ഉണ്ടാവില്ല എന്നാണ് അല്ലേ? അതെ, ചില മെഡിക്കേഷൻസിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് കാരണം വരെയും ഹെയർ ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതായത് ആന്റിവൈറൽ മെഡിസിൻസ് അല്ലെങ്കിൽ ഹൈ ഡോസ് ആന്റിബയോട്ടിക്സ് ഇതൊക്കെ ഹെയർ ലോസ് കാണിക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോപ്പർ കൺസൾട്ടേഷന് ശേഷം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കാരണം കൊണ്ടാണെങ്കിൽ ഇതൊക്കെ റെക്ടിഫൈ ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഹെയറിനെ ഫോൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, ഞാനിപ്പോ ഇത് ചോദിച്ചപ്പോ ഇപ്പൊ നമുക്ക് നോർമലി ഇതൊരു ട്രീറ്റ്മെന്റ് ആണല്ലോ, ഇങ്ങനെ ഈ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിന് വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് സ്വന്തം ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ സ്വന്തം ഹെയർ എടുത്തിട്ട് ഇംപ്ലാന്റേഷൻ ചെയ്യുകയാണ്, അല്ല നമ്മൾ അത് വേറൊരു പ്രൊഡക്റ്റ് എടുത്ത് വെക്കുകയൊന്നുമല്ല. അപ്പൊ തന്നെ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. പിന്നെ ആഫ്റ്റർ എഫക്റ്റിൽ ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് ചെറിയ പെയിൻ 1-2 ദിവസത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ബോഡി സെൻസേഷൻ പോലെ, കാരണം അതൊരു സ്കിൻ പ്രൊസീജിയർ അല്ലേ, അതിന് കൺട്രോൾ ചെയ്യാനുള്ള മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ തരാറുണ്ട്. പിന്നെ വേറെ ഡിസീസസ് ഒന്നുമില്ല, അതായത് വേറെ സിസ്റ്റമിക് കണ്ടീഷൻ ഉള്ള ഒരാളാണെങ്കിൽ അതൊക്കെ കൺട്രോൾഡ് ആയതിനു ശേഷം നമ്മൾ ഈ പ്രൊസീജിയറിലേക്ക് കടക്കുക തന്നെയുള്ളൂ. ഓക്കെ, കാരണം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ നമ്മളൊരു ഇടയ്ക്ക് ഞാനൊരു ന്യൂസിൽ കേൾക്കുന്നുണ്ടായിരുന്നു, കാരണം നമ്മൾ ഇതുപോലെ ചെയ്തു, ആൾക്ക് അതിനുശേഷം വേറെ എന്തൊക്കെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതൊക്കെ. അപ്പൊ ഇത് നോർമലി നമ്മൾ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പൊ അതാണ് ഞാൻ ചോദിക്കാൻ കാരണം, അങ്ങനെയുള്ള ഇഷ്യൂസ് എങ്ങനെയായിരിക്കും അപ്പൊ വരുന്നത്? ഓക്കെ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷനകത്ത് മൾട്ടിപ്പിൾ പ്രിക്സ് ഇൻവോൾവ് ഉണ്ട്. അപ്പോൾ ഇൻഫെക്ഷന് ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ എക്സ്ട്രീം സ്റ്റെറൈൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ തന്നെ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യണം. മാത്രമല്ല ആ ചെയ്യുന്ന വ്യക്തി, അതായത് ദ പേഷ്യന്റ്, അയാളുടെ ഇമ്മ്യൂണിറ്റി ഒരിക്കലും കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആവരുത്. അതായത് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യന്റ്, അയാളുടെ HbA1c 6.5 അല്ലെങ്കിൽ 7 മുകളിലാണ് എങ്കിൽ അയാളുള്ള ഐഡിയൽ കാൻഡിഡേറ്റ് അല്ല. നമ്മൾ അവരെ റിജക്ട് ചെയ്യാൻ വേണം, അവരുടെ പർട്ടിക്കുലർ കണ്ടീഷൻ കൺട്രോൾ ചെയ്തിട്ട് തിരിച്ചു വരട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും തന്നെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇന്ന് പോയി നമുക്ക് നാളെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് ആക്ച്വലി, അല്ലേ? നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഈ ഒരു ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ എത്തേണ്ടത്, അല്ലേ? ഓക്കെ, അപ്പൊ ഇത് കാരണം നമുക്ക് ഭാവിയിൽ ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വരാൻ ചാൻസസ് ഉണ്ടോ? അങ്ങനെ ഒരു എഫക്ട്സും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കൂടെ നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. നമുക്ക് നോർമലി എപ്പോഴും ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിലോട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മളുടെ ഇപ്പൊ പഴയ ആൾക്കാരൊക്കെ പറയുന്നതാണ്, ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരും, അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ നിങ്ങളുടെ തലച്ചോറിനെ ബാധിക്കും, ഇങ്ങനെയുള്ള പല ഒരു മിഥ്യയായിട്ടുള്ള പല ധാരണകൾ വരാറുണ്ട്. അതിനെപ്പറ്റി എങ്ങനെയാണ് പറയുകയാണെങ്കിൽ? ഐഡിയലി സ്പീക്കിംഗ്, നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മുമ്പ് തന്നെ ഹെയർ ഇരിക്കുന്നതെന്ന് പറയുന്നത് സ്കിന്റെ തൊട്ട് താഴത്തെ ലെയറിലാണ്. അതിന്റെ താഴെ ഒരു ക്രേനിയം, അതായത് സ്കളുണ്ട്, അതിനകത്താണ് ഈ ബ്രെയിൻ ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്കിന്റെ തൊട്ട് താഴെ അല്ലെ സബ്ഡോമിനലി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. അപ്പം അത് എഫക്ട് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. ഇതൊരു മിത്താണ്, മിസ്കൺസെപ്ഷൻ മാത്രമാണ്. നമുക്ക് ഇതുപോലെ തന്നെ എപ്പോഴും വരുന്നതാണ് നമുക്ക് പാരമ്പര്യമായിട്ട് കഷണ്ടി ഉള്ളത്. പണ്ടൊരു പഴഞ്ചൊല്ലി ഉണ്ടായിരുന്നു, അല്ലെ? അതിന് മാറ്റിയിട്ടാണ് നമുക്ക് ഇതുപോലത്തെയുള്ള ക്ലിനിക്കുകൾ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഇതായത്, നമുക്ക് സന്തോഷമായത്. അപ്പൊ ഇങ്ങനെ ഒരു കേസിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെപ്പറ്റി ഡോക്ടർ, പാരമ്പര്യമായിട്ട് വരുന്ന ഈ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? അതെ,
ഈ പാരമ്പര്യമായി കാണുന്ന ഓരോ ഫാമിലിയുടെ പാറ്റേണിലും പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് കഷൻഡീസ് കാണുന്നത്. ചിലർക്ക് നെറ്റി കയറും, ചിലർക്ക് നടുക്ക് ടെമ്പിൾ ഏരിയയിൽ പോകും, ചിലർക്ക് ക്രൗൺ ഏരിയയിൽ പോകും. അത് പലരുടെയും പാറ്റേണാണ്. ഇതെല്ലാം DHTയുടെ സെൻസിറ്റിവിറ്റി, ഫോളിക്കിളിലുള്ള സെൻസിറ്റിവിറ്റി കാരണം മാത്രമാണ്. അപ്പോൾ നമ്മൾ DHT സെൻസിറ്റിവിറ്റി ഇല്ലാത്തൊരു ഹെയർ ആണ് ഇംപ്ലാന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ആ ഹെയർ നന്നായി വളർന്നു വരിക തന്നെ ചെയ്യും. നോർമലി ഇപ്പൊ കഷണ്ടി ഉള്ള ആളുകളാണെങ്കിൽ ഒരുപാട് മുടി നമ്മുടെ തലയിൽ ഇല്ലെന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം ഹെയർ വെച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും പോസിബിൾ ആയിരിക്കും? അതായത് നമുക്ക് ഒരുപാട് ഡോണർ ഏരിയ കുറവുള്ള ആളാണെങ്കിൽ ഒരു ഫുൾ ഡെൻസിറ്റി ഒന്നും എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ഒപ്റ്റിക്കൽ കവറേജ് അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അപ്പോൾ നല്ല വയബിൾ ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ഡോണറിൽ എടുത്തതിന് ശേഷം ബാക്കി ബിയർഡിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ ചെസ്റ്റിമും ഒക്കെ എടുത്ത് റീഫിൽ ചെയ്യേണ്ടി വരും. എന്നാൽ പോലും ഒരു ഫുൾ കവറേജ് ഇമ്പോസിബിൾ ആണ്. സോ ആ പേഷ്യന്റ് എപ്പോഴും ഒരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ നമ്മൾ കൺസൾട്ടേഷനിൽ പ്രൊവൈഡ് ചെയ്യണം. ഇത്രയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഹെയർ, അല്ലെങ്കിൽ ഇത്രയായിരിക്കും നിങ്ങളുടെ ഗ്രോത്ത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് നോർമലി നമ്മുടെ തലയിലെ ഹെയർ മാത്രം ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും അല്ലെ. ഇത് നമുക്ക് ഇപ്പോ താടിയിലായിക്കോട്ടെ, ഇപ്പോ പുരുഷന്മാർക്കാണെങ്കിൽ അതിനൊക്കെ ഉള്ള ചാൻസസ് എങ്ങനെയാണ് വരുന്നത്? ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചൊക്കെയാണോ ചോദിക്കുന്നത്? തീർച്ചയായും ബിയർഡും മസ്റ്റാഷും ഒക്കെ കുറവുള്ള ആളുകൾക്ക് ഇപ്പോൾ അവരവിടെ പാച്ചി ആയിട്ട് മാത്രം കുറവുള്ള ആൾക്ക് അവിടെ മാത്രം റീഫിൽ ചെയ്യാം. അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇല്ലാത്തവർക്കും മുഴുവനായിട്ടൊരു ബിയർഡ് ആൻഡ് മസ്റ്റാഷ് ട്രാൻസ്പ്ലാന്റേഷനും അത് നല്ല റിസൾട്ട്സും കിട്ടാറുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള ഇതിൽ നമുക്ക് സ്കിന്നില് കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ളത് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ടോ? ഭാവിയിൽ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ വെച്ച് നോക്കുമ്പോൾ, അതായത് സ്കാൽപ്പുലർ ട്രാൻസ്പ്ലാന്റേഷൻ വെച്ച് നോക്കുമ്പോൾ ബിയർഡ് മസ്റ്റാഷും ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു പെയിൻഫുൾ ഉണ്ടാവും. പിന്നെ നീരൊക്കെ കുറച്ചും കൂടെ കൂടുതൽ കാണാറുണ്ട്, പെയിനും നീരും ഒക്കെ. പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് ആ പേഷ്യന്റ് ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കരുതെന്ന് ഇൻസ്ട്രക്ട് ചെയ്യാറുണ്ട്. കുറച്ചുകൂടെ സോഫ്റ്റർ ആയിട്ടുള്ള ഫുഡ് കൺസെപ്ഷൻ പറയാറുണ്ട്. നോർമലി എല്ലാ ആളുകൾക്കും എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരു പേടിയുള്ളതാണ്. നമ്മളൊരു സർജറിന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വേദനയൊക്കെ എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്ക് അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റും? എല്ലാവർക്കും അത് സഹിക്കാൻ പറ്റുന്നതാണോ? ഓക്കെ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ യെസ്, ഇതൊരു മൈനർ സർജിക്കൽ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ പ്രൊസീജിയർ ആസ് ഓൾ പെയിൻലെസ് ആണ്. പക്ഷെ സ്കിന്നെ നമ്മൾ മരവിപ്പിക്കേണ്ടത് കൊണ്ട് തന്നെ അതൊരു ലോക്കൽ അനസ്തെറ്റിക് ഏജന്റ് നമ്മൾ മരവിപ്പിക്കാറുണ്ട്. അതും ചെയ്യുന്നത് ഒരു 1 mm ഉള്ള ചെറിയ ഇൻസുലിൻ സിറിഞ്ച് കൊണ്ടാണ്. അപ്പോൾ ഇനിഷ്യലി 1-2 പ്രിക്ക് വളരെ ചെറിയ പെയിൻ ഉണ്ടാവും. അതായത് ഡെന്റൽ പ്രൊസീജിയർ ഒക്കെ ചെയ്തവർക്കറിയാം, അത്രേപോലെ ചെറിയൊരു പെയിൻ. പിന്നെ പ്രൊസീജിയർ ആസ് ഓൾ പെയിൻലെസ് ആണ്. നമ്മളിപ്പോ നോർമലി ഒരുപാട് സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് ആഡുകൾ കാണാറുണ്ട്, ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ് ഒക്കെ. നമ്മളൊരു ക്ലിനിക്ക് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ശരിയാണ്, നമ്മൾ ഒരുപാട് ക്ലിനിക്സ് ഇപ്പോൾ ഓപ്പൺ അപ്പ് ആയിട്ടാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. നമ്മൾ ഡെമാഗ്ലോയെ കുറിച്ച് പറഞ്ഞാൽ, ഡെമാഗ്ലോയിൽ ക്വാളിഫൈഡ് സർജൻസ് മാത്രമേ പ്രൊസീജിയർ ചെയ്യുന്നുള്ളൂ. ഈവൻ കൺസൾട്ടേഷൻ പോലും സർജൻസ് തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. കാരണം പ്രൊസീജിയർ ചെയ്യുന്ന ഒരാൾ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആധികാരികമായി പറയാം ഇത്ര എമൗണ്ട് ഓഫ് ഹെയർ ലോസ് ആണ്, ഇത്ര എമൗണ്ട് ഓഫ് ഹെയർ ഇംപ്ലാന്റേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ പേഷ്യന്റിനോട് ഒരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് എപ്പോഴും. ഒരു കസ്റ്റം മെയ്ഡ് പ്ലാനും ഒരു റിയൽ ആയിട്ട് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ പേഷ്യന്റിനോട് കൺസൾട്ടേഷൻ തമ്മിൽ പറയാറുള്ളൂ. മാത്രമല്ല, നമ്മളൊരു എക്സ്ട്രീംലി സ്റ്റെറൈൽ എൻവയൺമെന്റ് പ്രൊസീജിയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഔട്ട്കം നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒരു ക്ലിനിക്ക് ചൂസ് ചെയ്യുമ്പോൾ ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് പ്രൊസീജിയർ ചെയ്യുന്നത് ഡോക്ടർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ദാറ്റ് ഈസ് യുവർ എക്സ്ട്രാക്ഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ ഇസ് ഡൺ ബൈ എ ക്വാളിഫൈഡ് സർജൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതേപോലെ നമുക്ക് തന്നെ ഇപ്പൊ ഒരു 100-ൽ ഒരു 80% ആളുകൾക്കും ഈ ഹെയർ ഫോൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ നോർമൽ സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത്? ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സർജിക്കൽ എൻവയൺമെന്റ്, അതായത് OT സെറ്റപ്പിലായിരിക്കും പ്രൊസീജിയർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സ്റ്റെറിലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ കോസ്റ്റ് അതിന് വരുന്നുണ്ട്. മാത്രമല്ല, ഒരു പേഷ്യന്റിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതായത് കൺസ്യൂമബിൾസ്, ആ പേഷ്യന്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗിൾ യൂസബിൾ സാധനങ്ങൾക്ക് എന്തായാലും ഒരു പർട്ടിക്കുലർ പ്രൈസ് വരും. അപ്പോൾ ഒരുപാട് ചീപ്പായിട്ട് അതിന് പറയുകയാണെങ്കിൽ, ചീപ്പായിട്ട് പ്രൊസീജിയറിന്റെ റേറ്റ് കൊടുക്കുന്നവരാണെങ്കിൽ ചീപ്നെസ് ഓൾവേസ് കംസ് വിത്ത് റിസ്ക്. സോ അതനുസരിച്ച് അത് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ.
ഓക്കെ, ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമുക്ക് എനിക്ക് പേഴ്സണലായിട്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചർച്ചയിലൂടെ നമുക്ക് ഈ ഇതൊരു മേജർ സർജറി അല്ല, എല്ലാ ഒരു സാധാരണയായിട്ടുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ മനസ്സിലായി. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഷെയറിംഗ്. ഓക്കെ, താങ്ക് യു.